നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇപ്പോഴും നമുക്ക് സമയമുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം പഠിച്ചാൽ ജയിക്കുമോ സാറേ? ഉറപ്പായിട്ട് ജയിക്കും. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത് നിങ്ങൾ പല ആവർത്തി ഒന്ന് കേട്ട് ഒന്ന് എഴുതി എടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഇത് ജയിക്കാൻ മാത്രമല്ല, ഡബിൾ പാസ് മാർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. പക്ഷേ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. പരീക്ഷ ടഫാണോ ഈസി ആണോ അത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. പക്ഷേ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം ഡബിൾ പാസ് മാർക്ക് ഉറപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പതരുകയാണ്. നിങ്ങളത് അങ്ങോട്ട് എഴുതിയെടുക്കുക, പഠിക്കുക, നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. എല്ലാവരും ജയിക്കട്ടെ. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ്. തളരരുത്, തകരരുത്. നിങ്ങളുടെ മനസ്സാണ് എനിക്ക് ജയിച്ചേ പറ്റുമെന്ന് ഉള്ള ഊർജവും ആർജവും ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്കേ പറ്റൂ. നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ജയിക്കണ്ടേ എന്ന് വേണം. അന്നേരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ആദ്യത്തെ സൊല്യൂഷൻസിനകത്തെയാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. മൊളാരിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഹെൻറീസ് ലോ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെൻറീസ് ലോ. പിന്നെ റോൾസ് ലോ പഠിച്ചുകൊണ്ട് പോവുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ എഴുതാം. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ, റിവേഴ്സ് ഓസ്മോസിസ്, ഇത്രയും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് നേഴ്സ് ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ കോൾറാഷസ് ലോ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ്. ഫ്യൂവൽ സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോഷൻ, വാട്ട് ഈസ് മീൻ ബൈ കൊറോഷൻ. പിന്നെ റൈറ്റ് ദി മെക്കാനിസം, അതിൻ്റെ മെക്കാനിസം. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ. നിങ്ങൾ ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ. കെമിക്കൽ കൈനറ്റിക്സ്, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, ഓർഡറും മോളിക്കുലാരിറ്റിയും. പിന്നെ ഹാഫ് ലൈഫ് പീരീഡ് പഠിക്കുക, അതിൻ്റെ സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും പഠിക്കുക. അരേനിയസ് ഇക്വേഷൻ പഠിക്കുക. എനർജി ഓഫ് ആക്ടിവേഷൻ പഠിക്കുക. എനർജി ഓഫ് ആക്ടിവേഷൻ പഠിക്കുക. റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഓൺ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, റോൾ ഓഫ് കാറ്റലിസ്റ്റ് പഠിക്കുക. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളൊരു ചാപ്റ്ററാണ്. IUPAC നെയിമുകളെല്ലാം പഠിച്ചുകൊണ്ട് പോവുക. ഐസോമെറിസം പഠിക്കുക, അയണൈസേഷൻ ഐസോമെറിസം, ഗിവ് എക്സാമ്പിൾ, അത് പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്, അത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ അതിനകത്ത് IUPAC നെയിം, അയണൈസേഷൻ, ഐസോമെറിസം മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ. D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ 5 ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിക്കൊണ്ട് പോവുക. 5 ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുക. അതുപോലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നുള്ളത് പഠിച്ചുകൊണ്ട് പോവുക. വാട്ട് ഈസ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ, അതിൻ്റെ കോൺസിക്വൻസ് പഠിച്ചുകൊണ്ട് പോവുക. ഇത് D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സ്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കാവും. പക്ഷേ ഈ പറഞ്ഞ ഡബിൾ പാസ് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള എല്ലാ റിയാക്ഷനും പഠിച്ചാൽ ഓർത്തോണം, നിങ്ങൾക്ക് 10 മുതൽ 12 മാർക്ക് വരെ സ്കോർ ചെയ്യാം. എല്ലാ റിയാക്ഷൻസും പഠിക്കണം. നിങ്ങൾ പഠിച്ച 2 റിയാക്ഷൻ പഠിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളത് ചോദിച്ചില്ല എന്ന് പറയരുത്. എല്ലാ റിയാക്ഷൻസും പഠിച്ചാൽ 10 മുതൽ 12 മാർക്ക് വരെ ഉറപ്പിച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അത് റിയാക്ഷൻസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. പിന്നെ ഹാലോ അൽക്കൈൻസ് ആൻഡ് ഹാലോ എരിൻസിനകത്ത് ആ റിയാക്ഷൻസ് എല്ലാം നോക്കുക. പിന്നെ SN1 ആൻഡ് SN2 റിയാക്ഷൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പഠിക്കുക. പിന്നെ അതിനകത്തുള്ളതിൽ അമീൻസിനകത്തെ ഹെയ്സൻബർഗ് ടെസ്റ്റ്, ഹൗ വിൽ യു കൺവേർട്ട് aniline to benzene, ഡൈസോണിയം ക്ലോറൈഡ്, aniline to O nitro and P nitro aniline, ആ ക്വസ്റ്റ്യൻസ് നോക്കുക. കപ്ലിംഗ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോമോളിക്യൂൾസിൽ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, RNA DNA തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ,
അന്നേരം റിയാക്ഷൻസ് എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ, എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നോട്ടെ, ഒരു ടെൻഷൻ ഇല്ലാതെ 36 മാർക്ക് ഡബിൾ പാസ് മാർക്ക് ഉറപ്പിച്ച് സ്കോർ ചെയ്യുക. ഇന്നത്തെ സംശയമൊന്നും വേണ്ട. ഇത് പഠിച്ചുകൊണ്ട് പോയിരിക്കണം. എന്നിട്ട് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഫിസിക്സ് ആയാലും മാത്സ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചേക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വാല്യുവേഷൻ്റെ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണോ ലിബറലാണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ക്വസ്റ്റിനെ കുറിച്ചാണെങ്കിൽ ക്വസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ആദ്യം നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ആദ്യം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത ദിവസം പരീക്ഷയാണ്. എല്ലാ കുഞ്ഞുങ്ങളും, കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും സേവ് ആൻ ഇയർ. ഒരു ഇമ്പ്രൂവ്മെൻ്റ് പോലെ ഉള്ളൂ. നമുക്ക് ജൂലൈ ആദ്യം റിസൾട്ടും വരും. ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.